ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾക്കൊരു പെപ്പർ ചിക്കൻ്റെ റെസിപ്പി നോക്കാം. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയതാണ്. വളരെ കുറച്ച് ചേരുവകൾ മാത്രം മതി. ഭയങ്കര എളുപ്പമായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കിയതിന് ശേഷം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പം ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ ഒഴിക്കാം. ഇത് ഇഷ്ടമുള്ള എണ്ണ ഒഴിക്കാം. ഇതിലോട്ട് 3 ഗ്രാമ്പു ഇടുക, ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു ഏലയ്ക്ക, ഇത്രയും മതി. ഇതൊരു 400 ഗ്രാം ചിക്കൻ്റെ അളവാണ് ഞാൻ പറയുന്നത്. അപ്പം അതിനുശേഷം 2 വലിയ സവോള എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ഇടുക. നീളത്തിൽ അരിയണമെങ്കിൽ അങ്ങനെ അരിയാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാള നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം ഇതുപോലെ കളറ് മാറണം. അപ്പോൾ അതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നടുവിലോട്ട് ഇങ്ങനെ സ്ഥലം എടുത്തിട്ട് അതിലോട്ട് മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ജീരകത്തിൻ്റെ പൊടി 1/4 ടീസ്പൂൺ, മല്ലിപ്പൊടി 1/2 ടേബിൾ സ്പൂൺ, പിന്നെ പെരിഞ്ജീരകത്തിൻ്റെ പൊടി 1/2 ടേബിൾ സ്പൂൺ, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. അത് എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് മാറ്റം വരുത്താം. അപ്പം ഇത് 1/2 ടേബിൾ സ്പൂണാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം ഇത് ഇനി നന്നായിട്ടൊന്ന് ആ ഒരു എണ്ണയിലൊന്ന് ഇങ്ങനെ ഫ്രൈ ആക്കി എടുക്കുക. അതിനുശേഷം ഉള്ളി ഇതിലോട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾക്ക് നന്നായിട്ടൊന്ന് എല്ലാം കൂടെ യോജിപ്പിച്ചെടുക്കുക ചെയ്യേണ്ടത്. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് മസാലയിൽ തന്നെ ഇടാം. എന്നിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾക്ക് ചിക്കൻ ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 400 ഗ്രാമോളം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ആ ഒരു ചിക്കൻ്റെ അളവിലാണ് പറയുന്നത്. അപ്പം കൂടുതൽ എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് എല്ലാം കൂട്ടിയെടുക്കണം. അപ്പം ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടൊന്ന് മുറിച്ചിടുകയാണ്. അത്രേ ഉള്ളൂ. വേറെ ഇനി ചേരുവകളുടെ ഒന്നും ആവശ്യമില്ല. ഇനി കറിവേപ്പില ഇട്ടതിന് ശേഷം നമ്മൾക്ക് ഇത് വെള്ളം ഒന്നും തൊടാതെ തന്നെ, വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ചിക്കനിൽ ആവശ്യത്തിന് വെള്ളം ഉണ്ടാവും. ഇനി ഇതിങ്ങനെ ഇളക്കിയിട്ട് നന്നായിട്ട് വരട്ടിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. മൂടി വെക്കേണ്ട ആവശ്യമില്ല. പിന്നെ ചിക്കൻ വേവിക്കുന്ന സമയത്ത് നമ്മൾ തീ നല്ല ചെറുതായിട്ട് തന്നെ വെക്കണം. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ വെന്ത് കിട്ടും, പക്ഷേ ടേസ്റ്റ് കുറവായിരിക്കും. അപ്പോൾ തീ എത്ര ചെറുതായിട്ട് വെക്കുന്നോ അത്രയും ചിക്കന് ടേസ്റ്റ് കൂടും. അപ്പോൾ ഇത് നമ്മൾ വേവുന്ന വരെ ഇനി വരട്ടിയെടുക്കുക ചെയ്യേണ്ടത്. എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വരും നമ്മൾ വരട്ടും തോറും. അപ്പം അതേ ഇത് കണ്ടോ, ഇതാണ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് വരട്ടിയെടുത്ത് ഇത്രയും മതി. ഇത്രയും വെന്ത് കഴിയുമ്പോഴത്തേക്കും തന്നെ നമ്മുടെ ചിക്കൻ നന്നായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് വരും. അപ്പോൾ അത്രേ ഉള്ളൂ. പെപ്പർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ശരിക്കും എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അധികം ചേരുവകളുടെ ഒന്നും ആവശ്യമില്ല. സവാള മാത്രം മതിയല്ലോ മെയിനായിട്ട്, ബാക്കിയൊന്നും വേണ്ട. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കിയതിന് ശേഷം ഇതിൻ്റെ അഭിപ്രായം പറയണം. അഭിപ്രായം ഒന്നും പറയാൻ മറക്കരുത്. അപ്പം അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത്. ഇനി നമ്മൾക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ബൈ.